നിങ്ങൾ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കണ്ട. സാധാരണക്കാര് നിങ്ങളുടെ കഴിവുകളും നിങ്ങളെ കുടുംബ പരമ്പരയും അറിഞ്ഞിട്ട് അർഹമായ പരിഗണന നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആരാ നൽകുന്നത്? ഞങ്ങളിൽ ഓടുന്നത് അഹ്ലുൽ ബൈത്തിന്റെ രക്തമല്ല, ഞങ്ങളിൽ ഓടുന്നത് നിങ്ങളുടെ വല്യപ്പാന്റെ രക്തമല്ല. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾ സാധാരണക്കാര് ഈ കേരളത്തിലെ അഹ്ലുൽ ബൈത്തിനോട് കാണിക്കുന്ന ബഹുമാനവും മര്യാദയുണ്ട്. പക്ഷെ അത് നിങ്ങൾ കേരളത്തിലുള്ള ഏത് വിഭാഗം തങ്ങളായിക്കോട്ടെ, നിങ്ങൾ പുണ്യപ്രവാചകനോട് കാണിക്കുന്നില്ല. അത് ഓർമ്മ വെച്ചോളേണ്ടി. മനസ്സിലായില്ലേ? പുണ്യപ്രവാചകൻ പറയാത്ത കാര്യം പച്ചക്ക് ഓൺലൈനിൽ അതിന് എതിരായി പറഞ്ഞിട്ട് ഓൺലൈനിലൂടെ ചൂഷണം നടത്തുന്ന ഒരു ആത്മീയ ചൂഷകൻ 2018 ഒരേ പിതാവിന്റെ രക്തത്തിൽ ജനിച്ച 2 മക്കള് ഇപ്പം ഫൈസി ആയിട്ടുള്ള ഈ സംസ്ഥയുടെ കീഴിൽ ഫൈസി ആയിട്ടുള്ള സയ്യിദ് സഫീഉള്ള ബൽഫക്കി 2018 കൊടുക്കുന്നത്. 2020 തട്ടിപ്പുകാരനായ ആമിദ് ജമലുല്ലൈലി വീണ്ടും 2022 കാലഘട്ടങ്ങളിൽ ബൽഫക്കി. എന്നാൽ ഇത് രണ്ടുമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. സംസാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പൊ ഈ പുണ്യപ്രവാചകന്റെ പേരിൽ ഒരു വിഭാഗം ഞങ്ങളാണ് ശ്രേഷ്ഠം. ആരാണ് ആ വിഭാഗം? ജമലുല്ലൈലി. ആ പേര് അങ്ങോട്ട് ഉപയോഗിച്ചപ്പോൾ ഇവർക്ക് പൊള്ളിയിരുന്നു. ആ പേര് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതാ? നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ എന്ത് അർഹത ഉള്ളത്? ആ പേരിനോടുള്ള വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് എന്താ ജമലുല്ലൈലി വിഭാഗത്തിന്റെ 15ാം വാർഷികം ഞങ്ങളുടെ പരമ്പര നവീകരിച്ചു, ഇപ്പൊ ഓൺലൈൻ സിസ്റ്റത്തിലാക്കിയിരുന്നു. എന്നിട്ട് ബിരിയാണിയും വെച്ചിട്ട് തിന്നിട്ടാണ്ട് പോവും. എന്നാ നിങ്ങളുടെ വല്യപ്പാനാണ് ഈ ഓൺലൈനിലൂടെ ഈ ചൂഷകം വിറ്റ് ജീവിക്കുന്നത്. ഒരു തങ്ങൾ ശബ്ദിച്ചോ? അപ്പൊ നിങ്ങൾക്കൊക്കെ പേരും പ്രശസ്തിയാണ്. ആ ജമലുല്ലൈലി എന്ന പേര് ഉപയോഗിച്ചപ്പോ കുരു പൊട്ടിയിരുന്ന ആളുകൾക്ക് ആ പേര് കിട്ടാന് കാരണക്കാരനായ പുണ്യപ്രവാചകനെ ഇങ്ങനെ പച്ചക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ വിൽക്കുമ്പോ കേരളത്തിലെ അഹ്ലുബൈത്തപ്പെട്ട ആളുകളൊക്കെ ഭയങ്കര ജ്ഞാനി. സ്വയം ചിന്തിക്ക്. ശബ്ദിക്കേണ്ട സമയത്ത് ശബ്ദിക്കന്നെ വേണം. മിതത്വമാവാം. തള്ളി അവനെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ഈ സമുദായത്തില് അവന്റെ അടുത്തേക്ക് പോകുന്ന കന്നുകാലികളൊക്കെ കാരണം പറയുന്നത് എന്താ അറിയോ? സമസ്ത എതിർത്തിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ പാലിക്കുന്ന മൗനം, അവസരം കിട്ടുമ്പോഴൊക്കെ ഈ വ്യഭിചാരശാല നടത്തുന്നവനുമായി വേദി പങ്കിടുന്നതും ഈ സമുദായ സംഘടനയിലെ നേതാക്കന്മാർ തന്നെ. പിന്നെ ജനങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നിട്ടിപ്പോ വീണ്ടും ആ വേശ്യാലയത്തിന് വീതം വാങ്ങിയിട്ട് പള്ളിക്ക് പിരിവ് വാങ്ങിയെന്നാലോ? ഇച്ചിരിയെങ്കിലും നാണുമാനുണ്ടോ? ഇച്ചിരിയെങ്കിലും? PC ജോർജൊക്കെ എവിടെയൊക്കെ എടുക്കുന്നത്? അവനൊക്കെ ദീൻ പഠിക്കാത്തവനാ. അവനക്ക് എങ്ങനെ സമുദായത്തെ കേടാക്കാൻ പറ്റുക? നിങ്ങൾ PC ജോർജിന്റെ പിന്നാലെയും വഖഫ് സ്വത്തിനെ കാട്ടിയൊക്കെ പ്രാധാന്യമുള്ളതാണ് പുണ്യപ്രവാചകന്. ഞാൻ മതം നിങ്ങളൊക്കെ ഖുർആൻ ഓതിയല്ലേ? നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ ബുദ്ധിമുട്ടായിട്ടാവൂലേ? നിങ്ങൾ 10 കിതാബ് ഇതൊക്കെ പഠിച്ച് യാതന സഹിച്ച് നിങ്ങൾ പഠിച്ച ബിരുദത്തിന്റെ പുറത്താണ് നിങ്ങൾക്ക് തരുന്ന ബഹുമാനം. അത് ഈ മതമാണ് പഠിപ്പിച്ചത്. എന്നിട്ട് ഈ മതത്തെ ഇത്രയും ഓൺലൈൻ ചൂഷണത്തിലൂടെ വിൽക്കുമ്പോ ഒരു സമുദായ സംഘടനകളും ഇല്ല, ഒരാളും ഇല്ല, ഒരു AP ഇല്ല. ഒക്കെ പരസ്പരം തല്ലിക്കോളും. AP അടക്കം ജമാഅത്തെ ഇസ്ലാമി അടക്കം ഈ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സമുദായ സംഘടനാ നേതാക്കളും നിങ്ങളോട് എല്ലാവരും പാടാണ്. നിങ്ങൾക്കൊക്കെ മുജാഹിദ്, AP, ജമാഅത്ത്, തബ്ലീഗ് തരീഖത്ത് എന്ന് പറഞ്ഞ് 1000 വേദിയും ഇതും കെട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ഒന്നാന്തര വേശ്യാലയം, അതായത് ഒരു വ്യഭിചാരശാല നടത്തുന്നവന്റെ കയ്യിൽ നിന്ന് വീതം വാങ്ങിയിട്ട് നിങ്ങളെ കാര്യങ്ങൾ സാധിക്കുന്നു. എന്നിട്ട് സാധാരണക്കാരായ പാപികളായ അല്ലെങ്കിൽ വഴി തെറ്റുന്ന സമൂഹമായ സാധാരണക്കാരെ മേല് മേക്കട്ടേർ അല്ലെ? ഈ സമുദായത്തിലെ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലൊക്കെയുള്ള സമുദായത്തിലെ നേർവഴിക്ക് അല്ലെങ്കിൽ സമുദായത്തിന്റെ സന്ദേശങ്ങൾക്ക് ദോഷമാവുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകളൊക്കെ അതിന്റെ ദുരന്തത്തിന്റെ ഒരു തുടക്കമായിരുന്നല്ലോ കരിങ്കല്ലത്താണിയിലേക്ക് ദുആ ചെയ്യാൻ തൊട്ടടുത്ത പ്രദേശമായ മേലെ കൊടക്കാടുള്ള മാനവർകളായ സയ്യിദ് ആമിദ് ആറ്റക്കോയ തങ്ങളെയായിരുന്നു വിളിച്ചിരുന്നത്. എന്തിനെന്നറിയോ? 3 കോടി ചെലവാക്കി ഹിഫ്ള് കോളേജ് ഉണ്ടാക്കാൻ. അവിടെ എന്താണ് ചെയ്തത് ചൂഷകൻ? 2 ലക്ഷത്തോളം ആളുകൾക്ക് അവന്റെ ചക്കര വരട്ടി തേനങ്ങട്ട് വിറ്റ്. എന്നിട്ട് പഠിച്ചോ? ഇനി എന്തിന് SKSFന്റെ പതാകയും SKSF എന്റെ സംഘടന എന്റെ ഹൃദയമാണെന്ന് പറയുന്ന ആ ഹൃദയമാകുന്ന സംഘടന പച്ചക്ക് അവൻ വെല്ലുവിളിച്ചില്ലേ? എന്നെ വെച്ച് മദ്രസകൾക്കും പള്ളികൾക്കും നിങ്ങൾ പിരിവെടുത്തുക്കണേന്ന് അതിങ്ങോട്ട് തിരിച്ചെന്നോളിന്ന്. എന്നിട്ട് നാണുണ്ടോ? ഒരു സുപ്രഭാതം പത്രത്തിന്റെ വില ഞാൻ സമസ്ത അധ്യക്ഷനെ ബഹുമാനിക്കുക എന്തുകൊണ്ടെന്നറിയോ? അദ്ദേഹം ദീൻ പഠിച്ചാലാണ്. ഈ ദീനിലുള്ള ആളുകളെ ഈ സമുദായത്തെ നേർവഴി കാണിച്ചു കൊടുക്കേണ്ട ആളുകളാണ്. അത്തരം ആളുകൾക്ക് എന്തേ? ഇവർക്കൊക്കെ സമസ്തയിൽക്കൊക്കെ പാപികളായ അല്ലെങ്കിൽ
പൂർണ്ണമായിട്ട് ഈ ദീൻ എന്താണെന്നറിയാത്ത ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ നിങ്ങൾക്ക് സമസ്ത മുഷവർക്ക് കത്ത് എഴുതിയിട്ട് ഈ കത്ത് വായിക്കേണ്ടി ആരാണല്ലോ ഇവനുമായി വേദി പങ്കിട്ട് തൊട്ടു തലോടുന്ന ആളുകൾ. നിങ്ങളല്ലത് വായിക്കേണ്ടതല്ലേ? എന്നിട്ട് ഈ സാധാരണക്കാർ സമസ്ത മുഷവർക്ക് പരാതി. പിന്നെ എന്തിനാണ് സമസ്ത മുഷവറ? എന്തിനാ സമസ്ത? എന്റെ വീട്ടിലെ എന്റെ അയൽവാസിയുമായിട്ടുള്ള പ്രശ്നമാണ് ഈ സമസ്ത മുഷവർക്ക് പരാതി കൊടുക്കാൻ നിൽക്കുക. ഒരു സമുദായത്തെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുമ്പോൾ സമസ്ത മുഷവർക്ക് പരാതി കൊടുക്കണമല്ലോ. അപ്പൊ എന്തേ സമസ്ത മുഷവറ അധ്യക്ഷനായിട്ട് PC ജോർജാണ് ഇരിക്കുന്നത്, അന്യമതസ്ഥരാണ് ഇരിക്കുന്നത്. എന്റെ സമുദായത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളിത് പഠിച്ചിട്ട് ഇതിൽ തെറ്റും ശരിയും നോക്കിയിട്ട് നിങ്ങൾ നടപടി എടുക്കണമെന്ന്. പിന്നെ എന്തിനാണ് സമുദായ സംഘടന? ഉള്ള വേശ്യാലയത്തു നിന്നൊക്കെ പിരിവ് വാങ്ങിയിട്ട് മയലാത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ഈ സമുദായത്തിലെ കന്നുകാലികളാവുന്ന ജനങ്ങളൊക്കെ ഈ ചൂഷകന്റെ അടുത്തേക്ക് പോവാനോ? എന്തിനാ സമുദായ സംഘടന? നല്ല രസമുണ്ട്. ഏതായാലും സമുദായ സംഘടന ഇപ്പൊ സമുദായ സംഘടന അവിടെ കെട്ടെ, ആലുബൈത്തായ ആളുകൾ ഒരു ദുരന്തം ആലോചിച്ച് നോക്കട്ടെ. ജമലുല്ലൈലി വിഭാഗം, ബൽഫക്കി വിഭാഗം, ഞങ്ങളെ സനത് ഇതാണ്, ഞങ്ങളിപ്പോ ഓൺലൈൻ സിസ്റ്റം ആക്കിയിരിക്കുന്നത്, ഞങ്ങളെല്ലേ പരമ്പരയും അറിയുന്നു. എന്നിട്ടോ ഇവരെ വെല്ലിപ്പാനാണ് ഒരുത്ത ഓൺലൈൻ ചൂഷണത്തിലൂടെ. ഞാൻ അറിയുന്ന ഒരു തങ്ങളുണ്ടായിരുന്നു കേട്ടോ, പറയാൻ പാടില്ലെന്നറിയില്ല. അയാൾ ഒരു ദിവസം കള്ളുടിച്ച് മത്തായി തെങ്ങുമ്മ കയറി തേങ്ങട്ട് ആ വീട്ടുകാർ ദേഷ്യപ്പെട്ടു. പിന്നീട് ആ തെങ്ങിൽ തേങ്ങ ഉണ്ടായില്ലാന്ന്. ഈ മത്തായി കയറിയതാരാണ്? ഈ ചൂഷകൻ തന്നെ. ആ കയറിയ തെങ്ങിലോ എന്തുകൊണ്ടാണ് തേങ്ങ ഉണ്ടാവാത്തത്? ഈ നാറ്റം പിടിച്ചവൻ കയറുമ്പോഴേ തല പോയ തെങ്ങാണ്. ഇത് കേട്ടിട്ട് ഇവിടെ ശബ്ദിച്ചോ? ഈ പരിശുദ്ധ റംസാൻ, ഈ 2025 പരിശുദ്ധ റംസാനിൽ നിങ്ങൾക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ ചോദിക്ക് പറഞ്ഞുതരാം. പരിശുദ്ധ റംസാനിൽ ഈ നാറ്റക്കോയ പറഞ്ഞ എത്ര കള്ളങ്ങളാ നിങ്ങൾക്ക് വേണ്ടി? 2020 മുതൽ അവൻ ഉപയോഗിക്കുന്ന ടെലിഫോൺ നമ്പർ, ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. സ്വന്തം ഇപ്പം അനിയനായ ഫൈസിയെ വരാവൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നാളെ SKSSFന്റെ ആൾക്കാർ പറയും ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല എന്ന് പറഞ്ഞാൽ ഇതിന് ബദലായിട്ട് സഫീള്ള വരും എന്ന് പറഞ്ഞില്ലേ? ഇനി എന്തിനാണ് നിങ്ങൾക്ക് ചൂഷണം അറിയേണ്ടത്? മുൻപ് മദീനയിൽ നിന്ന് മുശ്രിക്കുകളും വരൊക്കെ നബി പാലായനം ചെയ്യുന്ന സമയത്ത് നബി കൈക്കൂലി കൊടുത്തിരുന്നോ? അല്ല, നബി കൈക്കൂലിയെ കൊടുത്തത് 7 ലക്ഷം. ആ ഒരൊറ്റ സംഭവം പോലെ ഒരു സ്വർഗത്തിലേക്ക് ആളെ കയറ്റി അയക്കുന്ന ഒരു ചൂഷകൻ വന്നിട്ട് പറയാം ഞാൻ കൈക്കൂലി കൊടുത്തു. എന്തിനാ? ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ലോകം, കാരണം ഈ ചൂഷകൻ മരിച്ചു കഴിഞ്ഞാൽ സമുദായം നശിക്കും, സലാത്ത് നശിക്കും. ഇത്ര ആഭാസത്രങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കുലുങ്ങിയാലും തലപ്പാവുധാരികൾ കുലുങ്ങൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ. ഇനി ഒരു നേതൃത്വത്തിന്റെ കീഴിലും ഒരു ദുരന്തമാണ് ഈ ആമിദ് എന്ന ചൂഷകന്. ഈ കാലഘട്ടത്തും ഇത്രയും സമുദായ സംഘടന കെട്ടുറപ്പുണ്ടായിട്ടും പരസ്പരം ദീൻ പഠിച്ച് നെറ്റിയിൽ നിസ്കരത്തായമ്പുള്ള ആളുകൾ, കിളിക്കൂട് പോലുള്ള താടിയും വെച്ചിട്ട് ദീൻ പഠിച്ച ആളുകൾ, വെള്ളവസ്ത്രധാരികൾ പരസ്പരം തമ്മിൽ തല്ലാൻ പറ്റും. പക്ഷെ ചൂഷകൻക്കെതിരെ ശബ്ദിക്കില്ല. കാരണം എന്താ അറിയോ? നമ്മുടെ രാഷ്ട്രപിതാവ് മരിച്ചിട്ടുണ്ടെങ്കിലും 3 വിഭാഗക്കാർ ഇപ്പോഴും രാഷ്ട്രപിതാവിനെ മറന്നില്ല. ഒന്നും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണം അതിനുവേണ്ടി പോരാടിയ രാഷ്ട്രപിതാവിനെ ഓർത്ത് അദ്ദേഹം വധിക്കപ്പെട്ടതിന്റെ ദുഃഖാചരണം ആഘോഷിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാ അറിയോ? ചാണക സംഖ്യകൾ. രാഷ്ട്രപിതാവിനെ വധിച്ചതിന്റെ വീണ്ടും വധിച്ച് വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആരാ അറിയോ? ഇതാ ഈ കൂട്ടത്തിലുള്ള ഗാന്ധിജി മരിച്ചെങ്കിലും വധിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖമുള്ള നോട്ടിന് ഭയങ്കര സുന്നത്തും ഫർളൊക്കെയാണ്, ഭയങ്കര വാല്യാണ്. ഏത് കാട്ടുകള്ളനെയും നമ്മുടെ സമുദായ സംഘടനകൾ, എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് അതാണ്. തെറ്റുകൾ തിരുത്തുന്ന വിചാരിച്ച് കരിങ്കല്ലത്താണിക്ക് എന്നിട്ട് പറയാണ്. എപ്പോഴാ പറയുന്നതെന്ന് അറിയോ? ആ കരിങ്കല്ലത്താണിയിൽ 1.5 കോടിയോളം ആമിദ് കൊണ്ടുപോയി എന്നുള്ള വിവാദം നടന്നതിന് ശേഷം ആ ഹിഫ്ള് കോളേജിന്റെ പാണക്കാട് സാദിഖ് അലി ഷിയാബ് തങ്ങളെ വേദിയിലിരുത്തിയിട്ട് മാനവർകളായ നമ്മുടെ സംസ്ഥയുടെ ഒരു ഭാരവാഹി പറയാണ്, കുറച്ച് കിങ്വാദികൾ പരക്കുന്നുണ്ട്. അന്ന് ഹിഫ്ള് കരിങ്കല്ലത്താണിയിൽ നമ്മൾ നടത്തിയ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ദുആ ചെയ്യാനായി കൊണ്ടുവന്നിരുന്ന തൊട്ടടുത്ത പ്രദേശമായ മാനവർകളാവുന്ന ആമിദ് ആറ്റക്കോയ തങ്ങളെ ആയിരുന്നു. അദ്ദേഹം വന്നു, ഒരുപാട് ആളുകൾ വന്നു, അദ്ദേഹം പണം കൊണ്ടുപോയി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ആമിദിന്റെ ഒരു വേദിയിൽ ആമിദ് പറയുന്നുണ്ട്, അന്ന് 1.25 കോടിയോളം വന്നു, അതിൽ 1.5 കോടി വെച്ച് ഞാൻ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന്
ഈ ചൂഷകം പറയുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞേ? പ്രോഗ്രാം നടത്തി നിങ്ങൾക്ക് കിട്ടിയ 1.25 കോടി അത് ബാങ്കിൽ ഇട്ടിരിക്കുന്ന ഈ പെരുന്നാളെന്തോ കഴിഞ്ഞാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇഫ് കോളേജിന്റെ പണി തുടങ്ങും നടന്നു. പോരാത്തതിന് വേറെന്താ അവിടെ കർമ്മം ചെയ്ത് 2 ലക്ഷത്തോളം ആളുകൾക്ക് ഇവന്റെ ചക്രവരട്ടി തേനും വിറ്റ്. ആരെ കൊണ്ടുവന്നെന്ന് ആലോചിക്കണം. ഒരു വ്യഭിചരിക്കുന്നവനെ. ആ സുപ്രഭാതം പത്രത്തിന്റെ വില പോലും നമ്മുടെ സമസ്ത അധ്യക്ഷന് കൊടുക്കാതെ നമ്മുടെ സമുദായ സംഘടനകൾ പാലിച്ച ചതി നോക്കണം. ഞാനല്ല, ഞാൻ പറയുമ്പോൾ അധിക പ്രസംഗമായി കാണണ്ട. ഇല്ലെങ്കിൽ സുപ്രഭാതം ദിനപത്രത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് എന്ന് പബ്ലിക്കിലൊന്ന് പരസ്യമായി പറയട്ടെ, ആമിദ് എന്ന ചൂഷകൻ ഞങ്ങൾക്ക് പരസ്യം തന്നു, ഞങ്ങളത് സ്നേഹപൂർവ്വം നിരസിച്ചു, വേണ്ട എന്ന് പറഞ്ഞു എന്ന്. അത് കള്ളമാണോ ശരിയാണോ? ഞാൻ പറഞ്ഞേ അതാണ് ഉണ്ടായിരിക്കുന്നത്. സുപ്രഭാതം പത്രം നിരസിച്ചു. ഇത് സുപ്രഭാതം ആളുകളും അംഗീകരിക്കും. ആ അവസരത്തിലാണ് തരുണിമണികളുമായി മദീനത്ത് പോയ മദീനയിൽ നിന്ന് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി വേദി പങ്കിടാൻ വന്നത്. തെറ്റല്ലട്ടോ. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മദ്രസ ഉസ്താദാണെങ്കിലും ബഹുമാനിക്കാൻ എനിക്കറിയാം. പക്ഷേ എന്നെക്കാട്ടി നമ്മളൊന്നും ഇവരെ പോലെ അറിവുള്ള ആളല്ല. ഖുർആൻ മനഃപ്പാടമാക്കിയ ഉസ്താക്കന്മാർ വർഷങ്ങളോളം ഓത്തുപള്ളിയിലും പല വീടുകളിൽ പോയി ദർസ് പഠനത്തിന് നമുക്ക് ഭക്ഷണം കഴിച്ചും ഒരുപാട് യാതനകൾ സഹിച്ച് ഖുർആൻ മനഃപ്പാടമാക്കിയ നമ്മുടെ ഉസ്താദുമാർക്ക് മാത്രം ഈ ചൂഷകന്റെ തട്ടിപ്പ് മനസ്സിലാവുന്നില്ല. ഭയങ്കര അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. സമുദായ സംഘടനകളൊരു വിഭാഗം, പിന്നെ സ്വന്തം വെല്ലിപ്പാനോട് കൂറില്ലാത്ത കേരളത്തിലെ തങ്ങന്മാരും. കാരണം തങ്ങന്മാരെ സ്തുതി പാടും, ഹൃദയത്തിനുള്ളിൽ തന്നെ തങ്ങന്മാരും. പക്ഷെ ആ തങ്ങന്മാരെ മേത്ത് ഒരു ചാണകം അങ്ങോട്ട് ആരെങ്കിലും ഒരു കൊട്ട ചാണകം ഇട്ട് കഴിഞ്ഞാൽ അതും മേത്ത് ചേർത്ത് പിടിച്ചല്ലേ. എനിക്കെൻ്റെ തങ്ങൾ പവിത്രമായി കാണണം. പക്ഷേ സ്വന്തം വെല്ലിപ്പാനെ ഇങ്ങനെ മലിനസപ്പെടുത്തുമ്പോഴും കേരളത്തിലെ തങ്ങന്മാർക്കൊക്കെ നിങ്ങളറിഞ്ഞാ നിങ്ങളെ വെല്ലിപ്പാന് മേലെ കൊടുക്കാനുള്ള ചൂഷകന് ഓവേരി എക്സ്ചേഞ്ച് സൂചിക പോലെ ഓൺലൈനിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട് തങ്ങളെ. എൻ്റെ വെല്ലിപ്പാനല്ല കേട്ടോ, നിങ്ങളെ വെല്ലിപ്പാൻ നിങ്ങളാരും അറിഞ്ഞില്ല. അപ്പോൾ വാർഷിക ആഘോഷിക്കുന്ന ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് അറിയണം കേട്ടോ. തെറ്റാണ്. നിങ്ങളൊക്കെ ഇത് അധിക പ്രസംഗമാക്കി കഴിയാലും ഇങ്ങനെ പ്രവാചകനോട്. പിന്നെ ആമിദ് മുൻപ് SKSSFിനെയും നമ്മുടെ സമുദായ സംഘടനയും വെല്ലുവിളിച്ചപ്പോൾ ആമിദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വാക്കല്ല കേട്ടോ. സംഘടനയും കോപ്പൊക്കെ എവിടെയാണ്? ഇവിടെ അല്ലേ, ആഖിറത്തിലില്ലല്ലോ, ദുനിയാവിലല്ലേ സംഘടനയും സമസ്ത. അത് മേലെ കൊടക്കാട് കാലിയ ഇമ്പിച്ച് പോയ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. ഞാൻ സമസ്തയുമായി പറയാം.